നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 12 വെള്ളിയാഴ്ചയാണ്. ഈ പ്രഭാതത്തിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കോതമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന രാത്രി വീണു എന്ന വാർത്ത. ആനയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ തുടരുകയാണ്. കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കും ഭാഗം പ്ലാച്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ഇന്നലെ രാത്രി കാട്ടാന വീണത്. പുലർച്ചെ നേരം പുലരാറായപ്പോഴാണ് ആന വീണത് എന്ന നിഗമനവുമുണ്ട്. പ്രദേശത്ത് കാട്ടാനകൾ കൂട്ടമായി എത്താറുള്ള ഒരു സ്ഥലം കൂടിയാണ്, അങ്ങനെയാണ് പ്രദേശവാസികൾ പറയുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. വിനിത വി ജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനിത, ഇതിപ്പോൾ സ്ഥിരം ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അല്ലേ? കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നു, ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇതിപ്പോൾ ആനയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഏറ്റവും ആദ്യം നടക്കുന്നത് അല്ലേ? തീർച്ചയായും അതുപോലെ തന്നെയാണ്. അത്തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് അവിടുത്തെ പ്രദേശവാസികളും പറയുന്നത്. കാരണം ഇങ്ങനെ ശക്തമായി ആനകൾ എത്തുകയും അത് അവിടുത്തെ കൃഷിയിടങ്ങളിലേക്കൊക്കെ കടക്കുകയും വലിയ രീതിയിൽ നാട്ടുകാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിങ്ങനെ തുടരുകയാണ്. ഇപ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കാട്ടാനകൾ കൂട്ടമായി എത്തിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇങ്ങനെ എത്തിയ ആനകളിൽ ഒന്നാകാം ഈ കിണറ്റിൽ വീണിട്ടുണ്ടാവുക എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ ഈ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ആന വീണിരിക്കുന്നത്. ഒരു കുട്ടി ആനയാണ് വീണതെന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രദേശത്ത് JCB ഉൾപ്പെടെ കൊണ്ടുവന്ന് ആ കിണർ വലുതാക്കി ആനയെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ചില ശ്രമങ്ങൾ കൂടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇത് പുലർച്ചയോടുകൂടിയാണ് ആന കിണറ്റിൽ വീണിട്ടുണ്ടാവുക എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ശരി. കോതമംഗലം കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ആന വീണത്. ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് പുലർച്ചെയോടെയാകാം ആന കിണറ്റിൽ വീണത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ സ്ഥിരമായി കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതിൻ്റെ ആശങ്കയുമൊക്കെ നിലനിൽക്കുന്ന സമയം കൂടിയാണ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങളിലടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചെന്ന ജില്ലാ കോടതി ജഡ്ജിയുടെ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ട് കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന തരത്തിലാണെന്നും മെമ്മറി കാർഡ് പരിശോധിച്ച ഫോൺ ഉൾപ്പെടെയുള്ള തെളിവുകൾ കസ്റ്റഡിയിലെടുത്തില്ല എന്നുമാണ് അതിജീവിതയുടെ ആക്ഷേപം. തന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന നിർദ്ദേശം ലംഘിച്ചെന്നും ഹർജിക്കാരി പറയുന്നു. IG റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം വേണം എന്നാണ് ഹർജിയിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് വിഷുചന്തകൾ ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ നിരോധനം ഹൈക്കോടതി നീക്കിയതോടെയാണ് ചന്തകൾ ആരംഭിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് കോഴിക്കോടുണ്ടാകും. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ B സുധ ഉദ്ഘാടനം നിർവഹിക്കും. 13 ഇന സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കൺസ്യൂമർ ഫെഡ് ലഭ്യമാക്കും. വിപണി വിലയേക്കാൾ 45% വരെ വിലക്കുറവിലാണ് വിൽപ്പന. സംസ്ഥാനത്ത് ആകെ 300ഓളം ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കും. ഈ മാസം 18 വരെ വിഷുചന്തകൾ പ്രവർത്തിക്കുമെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M മെഹബൂബ് അറിയിച്ചു. ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ഹർജിയിൽ കോടതി ഉത്തരവ് ഇന്നുണ്ടായേക്കും. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ മാത്യു കുഴൽനാടൻ കോടതിയിൽ നിലപാട് മാറ്റിയിരുന്നു. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണം എന്നായിരുന്നു നേരത്തെ കുഴൽനാടന്റെ ആവശ്യമെങ്കിൽ കോടതി നേരിട്ട് അന്വേഷിച്ചാൽ മതിയെന്നാണ് നിലപാട് മാറ്റിയത്. ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് മാത്യു കുഴൽനാടനോട് കോടതി അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമായി എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. കിഫ്ബി മസാല ബോൺ കേസിൽ ഡോക്ടർ TM തോമസ് ഐസക്കിനെതിരായ EDയുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവും ED സമൻസിനെതിരായ ഹർജിയും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അപ്പീൽ. മസാല ബോണ്ടിലെ ചില ഇടപാടുകളെക്കുറിച്ചുള്ള വ്യക്തതയ്ക്കായി ഡോക്ടർ തോമസ് ഐസക്കിന്റെ വിശദീകരണം ആവശ്യമാണെന്ന് സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു. അങ്ങനെയിരിക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന നിർദ്ദേശം അനുചിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് EDയുടെ അപ്പീൽ. പാലക്കാട് മണ്ണാർക്കാട് പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 വിദ്യാർത്ഥികൾ മരിച്ചു. കരിമ്പുഴ പുത്തൻവീട്ടിൽ ബാദുഷ, ബന്ധുക്കളായ റിസ്വാന, ചെറുമല സ്വദേശിനി ദീമ മേബ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് കുട്ടിലക്കടവ് ചെറുപുഴ പാലത്തിന് സമീപത്തായിരുന്നു അപകടം. നാട്ടുകാരും ട്രോമ കെയർ വോളണ്ടിയേഴ്സും ചേർന്നാണ് കുട്ടികളെ കരക്കെത്തിച്ചത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള റോബർട്ട് വാദ്രയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടി. വാദ്രയുടെ പ്രസ്താവന ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ അല്ലെന്ന് ഉത്തർപ്രദേശ് ഘടകം വ്യക്തമാക്കി. അമേഠിയിലും റായ്ബറേലിയിലും റോബർട്ട് വാദ്രയ്ക്ക് സീറ്റ് ഉണ്ടാകില്ല. നെഹ്റു കുടുംബത്തിലെ ഒരാൾ തന്നെ മത്സരിക്കുമെന്നും സംസ്ഥാന നേതൃത്വത്തെ AICC അറിയിച്ചു. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആർക്കെ, ഗുഡ് മോർണിംഗ്. ആർക്കെ, ഈ വദ്രയുടെ ഈ മത്സരിക്കാനുള്ള താല്പര്യം അത് പ്രകടിപ്പിച്ചപ്പോൾ തന്നെ നേതൃതലത്തിൽ തന്നെ അതൃപ്തി പലയിടങ്ങളിൽ നിന്നും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അത് വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ കൃത്യമായിട്ട് ഔദ്യോഗികമായി തന്നെ അത് അറിയിച്ചിരിക്കുന്നു എന്നാണോ? സ്മിത സൂചിപ്പിച്ചതുപോലെ ചില്ലറ പൊല്ലാപ്പല്ല ഈ വാദ്രയുടെ പ്രസ്താവന ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൽ ഉണ്ടാക്കിയത്. വാദ്ര ഏത് നിലയിലാണ് ഈ പ്രസ്താവന നടത്തിയത് എന്നതടക്കം അദ്ദേഹം തന്നെ വിവരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശ് ഘടകം അടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തങ്ങൾക്ക് ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരുന്നത്. ഇതിന് സമാന്തരമായിട്ട് തന്നെ ദേശീയ നേതൃത്വത്തെ ഈ വിഷയത്തിലുള്ള തങ്ങളുടെ പരാതി അറിയിച്ചു. മാത്രമല്ല, നെഹ്റു കുടുംബം ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലോ അമേത്തിയിലോ മത്സരിക്കണം എന്ന നിലപാടിൽ ഈ ഉത്തർപ്രദേശ് ഘടകം ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് മറുപടി എന്നോണമാണ് ഇന്നലെ ഉത്തർപ്രദേശ് ഘടകത്തിന് ഈ വിധത്തിലുള്ള ഒരു ഉറപ്പ് ലഭിച്ചിരിക്കുന്നതെന്നാണ് വ്യത്യസ്ത പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതനുസരിച്ച് അമേത്തിയിലോ റായ്ബറേലിയിലോ നെഹ്റു കുടുംബത്തിലെ തന്നെ ഒരാൾ മത്സരിക്കും. റോബർട്ട് വാദ്രയ്ക്ക് ഈ 2 സീറ്റുകളിലും സ്ഥാനാർത്ഥിത്വം ഉണ്ടാകില്ല. ലഭ്യമാകുന്ന സൂചന അനുസരിച്ച്, അഥവാ പ്രാദേശികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും എന്ന വിധത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. അമേഠിയിലും റായ്ബറേലിയിലും നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ മത്സരിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ AICC ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആർ രാധാകൃഷ്ണൻ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് മുന്നണികൾ. കോൺഗ്രസിനെയും BJPയെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രൂക്ഷമായി വിമർശിച്ചു. ഇരു പാർട്ടികൾക്കും കേരള വിരുദ്ധ നിലപാട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരായ ദലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങൾ AK ആന്റണിയെ ലക്ഷ്യമിട്ടാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണം തുടരുന്നതിനിടെ ഈ മാസം 15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് തമിഴ്നാട്ടിലെത്തും. വൈകിട്ടോടെ മധുരയിലെത്തുന്ന അമിത്ഷാ നഗരത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. മധുരയിലെ വിവിധ ക്ഷേത്രങ്ങളും അമിത്ഷാ സന്ദർശിക്കും. ഇന്ത്യാ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് രാഹുൽ ഗാന്ധി ഇന്ന് തമിഴ്നാട്ടിലേക്ക് എത്തുന്നത്. തിരുനെൽവേലി, കോയമ്പത്തൂർ മണ്ഡലങ്ങളിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിനൊപ്പം രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം കർശനമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തുടനീളം 2000-ലധികം ക്യാമറകൾ സ്ഥാപിച്ചാണ് നിരീക്ഷണം. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെയും കർശന നടപടിയുണ്ടാകും. സംസ്ഥാനത്തുടനീളം 2122 ക്യാമറകൾ ഉപയോഗിച്ച് തത്സമയ നിരീക്ഷണമാണ് കമ്മീഷൻ നടത്തിവരുന്നത്. ചെക്ക് പോസ്റ്റുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പെരുമാറ്റച്ചട്ടലംഘനം കണ്ടെത്താനുള്ള ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ എന്നിവയിലൂടെയാണ് തത്സമയ പരിശോധന. അവശ്യ സർവീസ് വിഭാഗത്തിലുള്ളവർക്കും ഉദ്യോഗസ്ഥർക്കുമായി പോസ്റ്റൽ വോട്ടിംഗ് സൗകര്യമൊരുക്കുന്ന കേന്ദ്രങ്ങളിലും തത്സമയ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിലും ജില്ലകളിലും കൺട്രോൾ റൂമുകൾ ക്രമീകരിച്ചു. അതേസമയം സമൂഹമാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. വ്യാജവാർത്തകൾ നിരീക്ഷിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിലും ജില്ലാ ഓഫീസുകളിലും മീഡിയ മോണിറ്ററിംഗ് സെല്ലുകൾ ക്രമീകരിച്ചു. വ്യാജവാർത്തകൾക്കെതിരെ പോലീസും നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. 24-ന്റെ രാഷ്ട്രീയ സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ. ചങ്ങന്നൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെയാണ് പരിപാടി. LDF-ന് വേണ്ടി DYFI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ, UDF-നായി KPCC മാധ്യമ വിഭാഗം അംഗം ബിപിൻ മാമൻ, NDA-ക്ക് വേണ്ടി BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ എന്നിവർ പങ്കെടുക്കും. അനുജ രാജേഷാണ് ചർച്ച നയിക്കുക. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും തമ്മിലുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള നിർണായക യോഗം ഇന്ന്. തിഹാർ ജയിൽ അധികൃതരും ഡൽഹി പഞ്ചാബ് പോലീസ് ഉദ്യോഗസ്ഥരുമാണ് യോഗം ചേരുക. സുരക്ഷയടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭവ് കുമാറിനെ നീക്കിയ വിജിലൻസ് സെക്രട്ടേറിയറ്റിന്റെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചു. മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ രാജി
ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കുന്നതിനായുള്ള ഫയൽ തയ്യാറാക്കുന്നതിനും ആം ആദ്മി പാർട്ടി കോടതിയുടെ അനുമതി തേടും. അതേസമയം CBI അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അപേക്ഷയോ ഉത്തരവോ രജിസ്ട്രിയിൽ രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് BRS നേതാവ് K കവിത റൌസ് അവന്യൂ കോടതിയെ സമീപിച്ചു. പാലക്കാട് മലമ്പുഴയിൽ അപകടത്തിൽപ്പെട്ട കാട്ടാനയ്ക്ക് മതിയായ ചികിത്സ നൽകുന്നില്ലെന്ന് ആനപ്രേമി സംഘം. ആനയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സ നൽകണം എന്നാണ് ആവശ്യം. ആനപ്രേമി സംഘം വനം മന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പരാതി നൽകി. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഇങ്ങനെയൊരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി ഉന്നയിക്കാനുള്ള ഒരു കാരണം എന്താണ്? സ്മിത, സാധാരണഗതിയിൽ ആനകൾക്ക് ഇത്തരത്തിലുള്ള പരിക്കേൽക്കുകയാണെങ്കിൽ, നഖത്തിന് പരിക്കുണ്ടെങ്കിൽ പോലും ആനയെ പിടിച്ചെടുത്ത് വിശദമായിട്ടുള്ള പരിശോധന നടത്തി അതിന് ചികിത്സ നൽകാറുണ്ട് എന്നുള്ളതാണ് ആനപ്രേമി സംഘം മുന്നോട്ട് വെക്കുന്ന ഒരു വാദം. ഇവിടെ പക്ഷേ ഈ ആനയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടും അതിന് മതിയായിട്ടുള്ള ചികിത്സ നൽകുന്നില്ല. വനത്തിൽ തന്നെ അതിനെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അതിന് മതിയായിട്ടുള്ള ചികിത്സ നൽകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ആനപ്രേമി സംഘം ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങലാണ് ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പരാതി നൽകിയിട്ടുള്ളത്. അടിയന്തരമായി ആനയെ പിടിച്ചെടുത്തതിന് മതിയായിട്ടുള്ള ചികിത്സ നൽകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അവർ ഉന്നയിക്കുന്നത്. ഇക്കാര്യം ഉന്നയിച്ചാണ് ഇപ്പോൾ പരാതിയും നൽകിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഈ ആനയെ ട്രെയിൻ ഇടിച്ചിട്ടില്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ ജില്ലാ DFO നടത്തിയിരുന്നു. ട്രെയിൻ കടന്നു പോകുമ്പോൾ വേഗതയിൽ ഓടിയതിനാൽ വീണ് പരിക്കേറ്റതാകാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും ഈ ആനയുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുകയാണ്. ഈ ആനയ്ക്ക് സ്വയം എഴുന്നേറ്റ് നിൽക്കാനോ മറ്റോ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ നിരന്തരം 5ഓളം ഡോക്ടർമാർ ഇപ്പോൾ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആന തിരികെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആനപ്രേമി സംഘം അടിയന്തരമായി ആനയെ പിടിച്ചെടുത്തുകൊണ്ട് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി അവിടെ വെച്ച് വിശദമായി ചികിത്സ നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ശരി, ആനയുടെ ആരോഗ്യനില ഗുരുതരമാണ്, മതിയായ ചികിത്സ കാട്ടാനയ്ക്ക് നൽകുന്നില്ല എന്നാണ് ആനപ്രേമി സംഘത്തിന്റെ പരാതി. ആനയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സ നൽകണമെന്നിവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. ഈ മാസം 15 വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശ്ശൂരിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരാനും സാധ്യത. CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ മാസങ്ങൾ നീണ്ട സമരം ഫലം കണ്ടില്ല. PSCയുടെ 2019 CPO റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് അവസാനിക്കും. റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്നതോടെ ഇനി എന്തെന്ന ചോദ്യത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. 13,975 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ നിയമനം ലഭിച്ചത് വെറും 4,436 ഉദ്യോഗാർത്ഥികൾക്ക്. 68% ഉദ്യോഗാർത്ഥികൾക്കും ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചില്ല. റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് കഴിയുന്നതോടെ ആയിരക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷയാണ് അസ്തമിക്കുന്നത്. പുല്ലുതിന്നും മുട്ടിലിഴഞ്ഞും തലമുണ്ടനം ചെയ്തും പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയും ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തു. നിരാഹാരം കിടന്നിട്ടും സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധം സംഘർഷത്തിനും വഴിവെച്ചിരുന്നു. തങ്ങളെയും കുടുംബത്തെയും വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും മുഖ്യമന്ത്രി ഇതിൽ മറുപടി പറയണമെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. നമ്മൾ 11 മാസത്തോളം ഇവിടുത്തെ ഭരണശിലാ കേന്ദ്രങ്ങളിലും അധികാരികളുടെ മുമ്പിലും കയറി ഇറങ്ങി നടന്നിട്ട് പോലും നമുക്ക് അർഹതപ്പെട്ട ഒരു നിയമനം പോലും നമുക്ക് തരാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ അവർ പറയുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റ് ഒരു 3 മാസം കൂടെ അറ്റ്ലീസ്റ്റ് നീട്ടി തരട്ടെ. സമരത്തിനിടെ 2 പേർ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചതിന് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തി. ആവശ്യങ്ങൾ ന്യായമാണെന്നും സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നുമായിരുന്നു പോലീസ് മേധാവിയുടെ മറുപടി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് 100 കണക്കിന് നിവേദനങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ഇതുവരെ നൽകിയത്. റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റ് സമരപരിപാടികളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. 24 തിരുവനന്തപുരം. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിനായി ഇതുവരെ സമാഹരിച്ചത് 22 കോടിയിലധികം രൂപ. അടുത്ത 3 ദിവസത്തിനകം 12 കോടിയോളം രൂപ കണ്ടെത്തണം. ഈ മാസം 16-ന് മുൻപ് 34 കോടി രൂപ മോചനദ്രവ്യമായി നൽകിയാൽ മാത്രമേ അബ്ദുറഹ്മാനെ രക്ഷിക്കാൻ കഴിയൂ.
അബ്ദുറഹീമിനെ രക്ഷിക്കാൻ കഴിയൂ. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 15 കോടിയിലധികം സഹായം ലഭിച്ചത് കുടുംബത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. സാവകാശം തേടി നിവേദനം നൽകി, എങ്കിലും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. വയനാട് വെള്ളമുണ്ട മാവോയിസ്റ്റ് ആക്രമണ കേസിൽ വിധി ഇന്ന്. പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കയറി തോക്ക് ചൂണ്ടി വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും വാഹനം കത്തിക്കുകയും ചെയ്ത കേസിലാണ് കൊച്ചി NIA കോടതി വിധി പറയുന്നത്. മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് അടക്കം 4 പേരാണ് കേസിലെ പ്രതികൾ. 2014 ഏപ്രിൽ 24-ന് മാവോയിസ്റ്റ് സംഘം വീട്ടിൽ കയറി പോലീസ് ഉദ്യോഗസ്ഥനെയും മാതാവിനെയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും വാഹനം കത്തിക്കുകയും ചെയ്ത കേസിലാണ് 4 പ്രതികൾ കുറ്റക്കാരെന്ന് NIA കോടതി കണ്ടെത്തിയത്. മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഇന്ന് ശിക്ഷ വിധിക്കും. മാനന്തവാടി ട്രാഫിക് യൂണിറ്റിൽ ജോലി ചെയ്തിരുന്ന AB പ്രമോദിന്റെ നിരവിൽപ്പുഴ മട്ടിലേയത്തുള്ള വീട്ടിലെത്തിയാണ് മാവോയിസ്റ്റുകൾ വധഭീഷണി മുഴക്കിയത്. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിന് തീയിടുകയും ചെയ്തു. വധഭീഷണിയുള്ള പോസ്റ്റർ വീടിന്റെ ചുമരിൽ പതിച്ചു. ജില്ലയിൽ മാവോയിസ്റ്റുകൾ നേരിട്ട് ആക്രമണത്തിന് മുതിർന്ന ആദ്യ സംഭവമായിരുന്നു ഇത്. രാത്രിയിലായിരുന്നു ആക്രമണം. 2016-ലാണ് കേസ് NIA ഏറ്റെടുത്തത്. മാവോയിസ്റ്റ് ആക്രമണത്തിൽ കേരളത്തിൽ നിന്ന് NIA ഏറ്റെടുത്ത ആദ്യത്തെ കേസായിരുന്നു ഇത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാവോയിസ്റ്റുകളെക്കുറിച്ച് വിവരം നൽകിയതിനാണ് പ്രമോദിനെ മാവോയിസ്റ്റുകൾ ഭീഷണിപ്പെടുത്തിയത്. വെള്ളമുണ്ട, തൊണ്ടർനാട് മേഖലകളിൽ നിരവധി തവണ മാവോയിസ്റ്റ് ആക്രമണമുണ്ടായി. തൊണ്ടർനാട് ചപ്പ വനമേഖലയിൽ 2014 ഡിസംബറിൽ തന്നെ മാവോയിസ്റ്റുകൾ തണ്ടർബോൾട്ട് സേനയ്ക്ക് നേരെ വെടിയുതിർത്തിരുന്നു. 24 വയനാട്. ജസ്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ജസ്നയുടെ പിതാവ് നൽകിയ ഹർജി ഇന്ന് തിരുവനന്തപുരം CJM കോടതി പരിഗണിക്കും. CBI അന്വേഷണം കാര്യക്ഷമമല്ല എന്നായിരുന്നു പിതാവിന്റെ ഹർജിയിൽ ആരോപിച്ചിരുന്നത്. എന്നാൽ ആരോപണങ്ങൾ തള്ളി CBI കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ ജസ്നയുടെ പിതാവ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും CBIയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമില്ലെന്നും അന്വേഷണം അന്തിമമായി അവസാനിപ്പിച്ചിട്ടില്ലെന്നും CBI കോടതിയെ അറിയിച്ചിരുന്നു. റിപ്പോർട്ടിലുള്ള വിശദമായ വാദം ഇന്ന് നടക്കും. കോഴിക്കോട് പയ്യോളി മണിയൂരിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 1.5 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. കരുവാണ്ടിമുക്കിലെ കോട്ടയിൽ താഴെ ആയിഷ സിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് കിടപ്പുമുറിയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടത്. മാതാവ് ഫൈസ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു. ഫൈസ പോലീസ് നിരീക്ഷണത്തിലാണ്. തൃശൂർ ഒല്ലൂരിൽ റോഡ് നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പ് പാതിവഴിയിൽ ഉപേക്ഷിച്ചതോടെ നാട്ടുകാർ പ്രതിസന്ധിയിലായി. 2 അടി ഉയരത്തിൽ ഓട നിർമ്മിച്ചതോടെ വീടുകളിലേക്ക് കയറാനും ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയാണ്. പരിഹാരമെന്തെന്നോ റോഡ് നിർമ്മാണം എപ്പോൾ പുനരാരംഭിക്കുമെന്നോ പൊതുമരാമത്ത് വകുപ്പ് മറുപടിയും നൽകുന്നില്ല. പെരുവാങ്കുളങ്ങര പടവരാട് റോഡിലാണ് ദുരവസ്ഥ. 100 മീറ്റർ ദൂരത്തിൽ 2 അടി ഉയരത്തിൽ വീടുകൾക്ക് മുന്നിൽ ഓട പണിതു. ഇതോടെ വീടുകളിലേക്ക് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടായി. ഈ വീടുകളിലെല്ലാം ഒരു 70 വയസ്സിന്റെ മേലെയുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. എന്തെങ്കിലും ഒരു ആംബുലൻസോ ഇത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് 3 വീട്ടിലുള്ളവർ പ്രായമുള്ളവരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. വാഹനങ്ങളെല്ലാം മറ്റു വീടുകളിലാണ് പാർക്ക് ചെയ്യുന്നത്. പ്രായമായവർ താമസിക്കുന്ന വീടുകളിലുള്ളവർക്കാണ് ആശങ്ക. വണ്ടിന്റെ കാറുണ്ട്, സ്കൂട്ടറുണ്ട്, അതൊക്കെ വല്ലയിടത്തും കൊണ്ടിട്ടേക്കണ്. ഞങ്ങൾ വരും, പക്ഷെ ഞങ്ങൾക്ക് വണ്ടി ഇറക്കാനായിട്ട് അസുഖങ്ങളുള്ള ആൾക്കാരാണ്, നടക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഞങ്ങൾക്ക് വാഹനം ഇറക്കാൻ ഒരു സൗകര്യം വേണ്ടാണ്. ഇവിടെയെങ്കിലും ഞങ്ങൾക്ക് കട്ട് ചെയ്ത് തരേ, വാഹനം ഇറക്കേണ്ട ഒരു സൗകര്യം ചെയ്തു തരണം. വീതി കുറഞ്ഞ റോഡിൽ ഓട പണിയുമ്പോൾ റോഡ് വീണ്ടും ചെറുതാകും. എന്തിനാണ് റോഡിന്റെ ഉയരം കൂട്ടുന്നതെന്ന് നാട്ടുകാർക്കും പിടിയില്ല. ഞങ്ങൾ എത്ര കാലം ഇതിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കണം. വണ്ടിയൊന്നും കയറ്റാൻ പറ്റുന്നില്ല. വയസ്സായവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പൊ അതിനുള്ള ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പും വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല. സ്ഥലം MLA കൂടിയായ മന്ത്രി K രാജനെയും നാട്ടുകാർ പരാതി അറിയിച്ചിട്ടുണ്ട്. 24 തൃശൂർ. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FCക്ക് ഇന്ന് അവസാന മത്സരം. വൈകിട്ട് 4:30 കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മണിപ്പൂരി ക്ലബ് ട്രാവു FCയാണ് എതിരാളികൾ. 23 കളികളിൽ 39 പോയിന്റുമായി 5-ാം സ്ഥാനത്താണ് ഗോകുലം. 13 പോയിന്റ് മാത്രമുള്ള ട്രാവു FC 12-ാം സ്ഥാനത്ത്. നമുക്കറിയാം, ഈ ചൂടുകാലത്ത് നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് തണ്ണിമത്തൻ ജ്യൂസ് ഉൾപ്പെടെയുള്ള ശീതള പാനീയങ്ങളാണ്.
നമ്മുടെ നാട്ടിലും തണ്ണിമത്തൻ വിളയിക്കാമെന്ന് തെളിയിച്ച യുവ കർഷകരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഷിയാസ് മൊയ്തീനും സുരേന്ദ്രനും തൃശൂർ എരുമപ്പെട്ടിയിലാണ് തണ്ണീർമത്തൻ വിപ്ലവം സൃഷ്ടിക്കുന്നത്. മനസ്സിന് കുളിർമയേകുന്ന ആ ദൃശ്യങ്ങളിലേക്ക്. എരുമപ്പെട്ടി കരിയനൂർ അമ്പലപ്പാട്ട് വിജയലക്ഷ്മിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം പാട്ടത്തിനെടുത്താണ് ഓട്ടുപാറ സ്വദേശി ഷിയാസ് മൊയ്തീനും വെള്ളറക്കാട് സ്വദേശി സുരേന്ദ്രനും തണ്ണിമത്തൻ കൃഷി ചെയ്തത്. ആദ്യമായാണ് ഈ യുവാക്കൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ എയ്യാൽ സ്വദേശി പ്രിയനും ഇവർക്ക് സഹായിയായി കൂടെയുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത തണ്ണിമത്തൻ കൃഷി മികച്ച വിളവാണ് ഇവർക്ക് സമ്മാനിച്ചത്. തീർത്തും ജൈവ രീതിയിൽ വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ച തണ്ണിമത്തൻ ഇടനിലക്കാരില്ലാതെ തോട്ടത്തിൽ നിന്ന് തന്നെ വിൽപ്പന നടത്താനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഡയറക്റ്റ് ഇവിടുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വിഷരഹിത തണ്ണിമത്തനാണ്. കാരണം നമ്മൾ ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ 4.25 ഏക്കറുണ്ട്. 4.25 ഏക്കറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് തണ്ണിമത്തനും അതേപോലെ ചീരയും പൊട്ടുവളരെയാണ് ചെയ്തിട്ടുള്ളത്. ഈസ്റ്റ് വെസ്റ്റ് സീഡ് ഇന്റർനാഷണൽ നൽകിയ മുക്കാസ ബ്രാൻഡിലുള്ള തണ്ണിമത്തൻ വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. വിത്തിട്ട് 70 മുതൽ 80 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം. ഒരു തണ്ണിമത്തന് 3 മുതൽ 4 കിലോ വരെ തൂക്കം വരും. 1 ഏക്കർ സ്ഥലത്ത് 15 ടൺ എന്ന കണക്കിൽ 4 ഏക്കറിൽ 60 ടൺ വിളവ് ലഭിക്കും. 24 തൃശൂർ. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാവുകയാണ്.